വെൽക്കം ടു ട്രേഡ് റൂട്ട്. നമുക്ക് ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് നിൽക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ലെവലിലാണ്. ഇവിടെ ഒരു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ ലെവലിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. സോ ഇതൊരു നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയയാണ്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് വലിയ രീതിയിൽ വീണ് ഇട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ലെവലാണ് ഇവിടെ. ഈ ലെവലിൽ ഒരു FEG കൂടി ഉള്ളതാണ്. സോ അതെന്തായാലും നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ മാർക്കറ്റ് കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഇവിടേക്കാണ്. ഒരുപക്ഷെ ഇവിടേക്ക് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകാനായിരിക്കും കൂടുതൽ സാധ്യത. അല്ലെങ്കിൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും താഴോട്ടേക്ക് എത്താനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലേക്കാണ്. അതൊരു പക്ഷേ ഇന്ന് എത്തുമെന്ന് അറിയില്ല. ഇന്ന് എത്തുകയാണെങ്കിൽ ഇവിടേക്ക് എത്താനാണ് കൂടുതൽ സാധ്യത കാണുന്നത്. അപ്പൊ അങ്ങനെ 4 ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരിക്കൽ കൂടി മുകളിലോട്ട് പോവുകയാണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള അടുത്തൊരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയും കൂടിയാണ്. അവിടെയും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. പണമുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെയൊക്കെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോക്കാം. ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. 64.350 ആൻഡ് 65.200. അടുത്തത് 65.877 ആൻഡ് 66.813. അടുത്തത് 67.860 ആൻഡ് 68.661. ഇത് വരച്ചിരിക്കുന്നത് റെസിസ്റ്റൻസിന്റെയാണ്. അടുത്തത് 69.647 ആൻഡ് 70.657. ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് വരാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് ഒരു നല്ലൊരു റിജക്ഷൻ മുൻപ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഏരിയയിലേക്ക് വീണ്ടും മാർക്കറ്റ് വന്നിട്ട് താഴോട്ടേക്ക് ഇറങ്ങുന്നുണ്ട്. സോ ആ ഒരു ലെവലിനെ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. കളർ ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലോയെ ബ്രേക്ക് ചെയ്തതിന് ശേഷം, ഇപ്പൊ നമ്മൾ വരച്ച ലോയെ ബ്രേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് ഏരിയ തന്നെയാണ്. ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോവാം. അല്ലെങ്കിൽ മാർക്കറ്റ് വീണ്ടും താഴോട്ടേക്ക് എത്തിയിട്ട് എത്താൻ സാധ്യതയുള്ള അടുത്തൊരു ലെവൽ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ ഒരു ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കിട്ടുന്നുണ്ട്. ആ ലെവലിലേക്ക് വന്നതിന് ശേഷവും ഇതേ കാര്യം തന്നെ സംഭവിക്കാം. വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ അടുത്ത മാർക്കറ്റ് എത്താനുള്ള സാധ്യത എന്ന് പറയുന്നത് ഇവിടെയാണ്. നോക്കിയാൽ കാണാം ഇവരൊരു സ്ട്രക്ചറൽ ബ്രേക്ക് ഒക്കെ ചെയ്ത് മുകളിലോട്ട് പോയ ഏരിയയാണ്. വളരെ വളരെ സ്ട്രോങ് ആണ്. അപ്പൊ ഈ ലെവലിലേക്ക് മാർക്കറ്റ് ഈ ലെവലിലേക്ക് ഏതിലെങ്കിലുമൊക്കെ എത്തുന്ന സമയത്ത് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മുകളിലേക്ക് ഒരു ബൈ എൻട്രി ഉണ്ട്. നല്ലൊരു കൺഫർമേഷൻ ആയിരിക്കണം. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി താഴോട്ടേക്ക് വരികയാണെങ്കിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അടുത്തൊരു സ്ട്രോങ് ഏരിയ 50 മിനിറ്റ്സിന്റെ ഈ ഒരു ലെവലാണ്. ഈ ലെവലിനൊന്ന് കുറച്ചൊന്ന് മുകളിൽ ഈ ലെവലിലേക്ക് വരികയാണെങ്കിലും ഈ പറഞ്ഞ ആക്ഷൻ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പ്രധാനമായും സ്ട്രോങ് ഏരിയാസ് ആണ് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. അവിടേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ വരച്ചിരിക്കുന്ന ഈ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് ചിലപ്പോൾ മുകളിലേക്ക് കയറിയതിന് ശേഷം ഇവിടേക്ക് എത്തിയതിനു ശേഷം ചിലപ്പോൾ വീണ്ടും ഒന്ന് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് വരാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ വീണ്ടും സ്ട്രോങ് ആയിട്ടുള്ള ഈ ലെവലിലേക്ക് തന്നെ വന്നിട്ടായിരിക്കും വീണ്ടും മുകളിലോട്ട് പോകുന്നത്. നമുക്കൊരു ബൈ എൻട്രി എന്ന് പറയുന്നത് ഈ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നാണ് പ്രധാനമായുള്ളത്. അല്ലെങ്കിൽ താഴെ ഇറങ്ങിയിട്ട് ഇവിടെ നിന്നോ അല്ലെങ്കിൽ ഈ നേരത്തെ വരച്ച 50 മിനിറ്റ്സിന്റെ ഏതെങ്കിലും ഏരിയയിൽ നിന്നോ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ ബൈ എൻട്രി എടുക്കാവുന്നുള്ളൂ. അപ്പൊ ട്രേഡ് എടുക്കുന്ന എല്ലാവരും അത് സൂക്ഷിച്ച് കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക.